പോവാണ്. തകർപ്പൻ താരങ്ങളായിട്ട് ഒരു പടം ഇറങ്ങാൻ പോവാണ്. നമ്മളെ ഫഹദ് ഫാസിൽ ഉണ്ട് പടത്തില്, അമിതാഭ് ബച്ചൻ ഉണ്ട്, നമ്മുടെ മഞ്ജു ചേച്ചി ഉണ്ട്. ഒരുപാട് താരങ്ങൾ നിറഞ്ഞു വെക്കുന്ന ഈ വേട്ടയാൻ പടത്തിൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 10 റിലീസ് ചെയ്യാൻ പോകുന്നത്. ജയ്ബീം എന്ന അതിഗംഭീരായ പടം സംവിധാനം ചെയ്ത ജ്ഞാനവേലിന്റെ നെക്സ്റ്റ് പടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വെയിറ്റിംഗ് കൂടെ പടത്തിനുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ട്രെയിലർ കണ്ടതിന് ശേഷം സംസാരിക്കാം. വേറെ ട്രെയിലറോട്ട് പോവാം. വായ இந்த மாதிரி பொறுக்கி பசங்களை என் கொண்டுதான் பண்ணணும். குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். எங்களால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்தில் என்கவுண்டர் பண்ணியா? தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம். 3 நாள் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். Justice delayed is justice denied. Justice hurried is justice buried. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். திருடுங்கண்ணா முகமூடி போடணும்னு அவசியம் இல்லை, கொஞ்சம் மூளை இருந்தா போதும். குற்றங்கள் தொட்டதாய் மாதிரி அதை உணர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்கிறாங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அக்யூஸ் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசிட்டு இந்த பிரயோஜனம் இல்லை. அவனை தூக்குவான். காட் இட். அநீதியை நீதியான நாங்கள் நம்பிக்கோம். இன்னொரு அநீதியால என்ன? அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது எடுக்கிறது தப்பில்லை ஜட்ஜ் சார். என்னை எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. ഒക്ടോബർ 10 എന്തായാലും ഇത് ത്രില്ലർ പടാ. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, വളരെ ക്ലിയർ ആണ്. അപ്പം രജനീകാന്ത് ആ ഒരു റോളിൽ വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് അടിപൊളിയായിരിക്കും. മാത്രമല്ല ഇതിൽ അട്രാക്ഷൻ തലൈവർ ഉണ്ട് എന്നുള്ളത് നമ്പർ 1 കാര്യം തന്നെ. പുള്ളിക്കാരൻ്റെ ഒരു മെഗാ പടാണെന്നുള്ള ഒരു ഫീൽ ഉണ്ട്. രണ്ടാമത് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തത് അൻപറിവാണ്. കിട്ടിയുടെ പൂരായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മളെ മ്യൂസിക് ചെയ്തത് അനിരുദ്ധാണ്. അനിരുദ്ധന് ഇതുപോലത്തെ ഒരു പടത്തിൽ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സോ നമ്മൾ മനസ്സിലാവുന്നില്ല, പാട്ടിൽ വരെ കണ്ടതാണ്. ആ ഒരു വൈബ് കൊണ്ടുവരാൻ പുള്ളിക്കാരുടെ കഴിയും. സോ ഇതൊക്കെ ഒരു ടോപ്പ് അട്രാക്ഷൻസ് ആണ്. പിന്നെ ജ്ഞാനവേൽ തന്നെ ഡയറക്ടറിന്റെ ജയ്ഭീമിന് ശേഷമുള്ള പടമാണ്. ഉറപ്പായിട്ട് വെറുതെ ഒന്നും ആവില്ല ഇത്. എന്തായാലും കഥയും തിരക്കഥയൊക്കെ അടിപൊളിയായിരിക്കാൻ വല്ല സാധ്യതകളുണ്ട്. അത്രയും ഗ്രിപ്പിംഗ് ആയ ഒരു തിരക്കഥയാവാൻ വല്ല സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ രജനീകാന്ത് വിത്ത് അൻപറിവ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടും അടിയും രണ്ടും കൂടെ ഒത്തേർന്നൊരു കിടിലും പടാവുന്നില്ല. ഹൈ എക്സ്പെക്ടേഷൻ ആണ് ട്രെയിലർ വരുന്നത്. അതും നമ്മുടെ പ്രിയപ്പെട്ട ഫഫയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. ഇത് എന്തായാലും ഫഫക്ക് ഇതൊരു മാമണ്ണ സ്റ്റൈലൊരു അഭിനയത്തിന്റെ വേറെ ഡയനാമിക്സ് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിടത്തോളം നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫഫയാണ് ഇതിൽ കാണുന്നത്. നമുക്ക് നോക്കാം, ഞെട്ടിപ്പിക്കുമോ നോക്കാം. അമിതാഭ് ബച്ചൻ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ അതിനൊരു ഓറയുണ്ട്. ഭയങ്കര പ്രസൻസ് ഉള്ള മനുഷ്യനാണ് അമിതാഭ് ബച്ചൻ. മഞ്ജു ചേച്ചി ഉണ്ട്. മഞ്ജു ചേച്ചി പറഞ്ഞ തമിഴിൽ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ധനുഷിന്റെ കൂടെ മുന്നേ അഭിനയിച്ചു. പിന്നെ അതുപോലെ അജിത്തിന്റെ കൂടെ തുനിവ് എന്നുള്ളൊരു പടം അഭിനയിച്ചു. ഇനിയിപ്പോ ഇപ്പൊ തലൈവറിന്റെ കൂടെയാണ് ഇപ്പൊ നെക്സ്റ്റ് പടം. അത് കഴിഞ്ഞാൽ വിജയ് സേതുപതിന്റെ കൂടെയാണ് നെക്സ്റ്റ് പടം എന്നാണ് എന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടത്. സോ തമിഴകത്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ് മഞ്ജു ചേച്ചി. എങ്ങനെയായിരിക്കും ഇവരുടെ കോമ്പിനേഷൻ? ഇവര് സ്ക്രീനിൽ കണ്ടെടുത്തോളം മനസ്സിലായോ നല്ല പാട്ടിലൊക്കെ കാണുമ്പോൾ ഇവരുടെ കോമ്പോ നല്ല രസമുണ്ട്. ഒരു മാച്ചിങ് പെയറാണ് ഇവർ രണ്ടുപേരും എന്ന് തോന്നുന്നു. പാട്ടൊക്കെ കാണുമ്പോൾ മേ ബി അവരുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ഒരു സിമിലർ ആയതുകൊണ്ടായിരിക്കും അത് നല്ലൊരു പെയറായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം.
അപ്പൊ ഇങ്ങനെ ഒരു കാസ്റ്റോടുകൂടി ഈ ഒരു ടീമിനൊപ്പം വരുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ ഹൈ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടവരാണോ? നിങ്ങൾക്ക് ഈ ട്രെയിലറിലെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തലൈവറിന്റെ പടത്തിന് വെയിറ്റിംഗ് ആണ്. നിങ്ങളൊരു തലൈവർ ഫാൻ ആണോ? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അത് വരെ ബൈ ബൈ.